ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 ലോക്സഭാ മണ്ഡലം ഉള്ള ഈ ഉത്തർപ്രദേശിൽ കനത്ത തോൽവിയാണ് ബി.ജെ.പി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ തന്നെ RSS മേധാവി മോഹൻ ഭഗവത് 4 ദിവസത്തെ സന്ദർശനത്തിനെത്തുകയും ബി.ജെ.പിയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം RSSന്റെ ഒരു നേതൃത്വം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് BL സന്തോഷിന്റെ നേതൃത്വത്തിലും പ്രവർത്തകരിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലക്നൌവിൽ ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന സമിതി യോഗം ചേർന്നു. ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ചെറുതും വലുതുമായ എല്ലാ നേതാക്കളും, അതായത് പഞ്ചായത്ത് തലം മുതൽ ഉള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വിപുലമായ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. 2 സെഷൻസ് ആയിട്ടാണ് ഈ യോഗം നടക്കുന്നത്. 2 തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. JP നദ്ദ പങ്കെടുക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥും ബി.ജെ.പിയുടെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും 2 റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. ഇപ്പോൾ ഉടൻ തന്നെ ഉത്തർപ്രദേശിൽ 10 ഉപതെരഞ്ഞെടുപ്പുകൾ, 10 നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം അത് ബി.ജെ.പിയെ സംബന്ധിച്ച് അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവിടെ ജയിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തക സമിതി കൂടുന്നതും ഒപ്പം തന്നെ താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ RSS നേരിട്ട് ഇടപെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.